മക്കളെ, നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി 5.5 മാസവും കൂടെ. ഈ 5.5 മാസവും കൂടെയും ചിന്തിക്കുമ്പോൾ പലരും ടെൻഷനായി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഒരു 90% കുട്ടികൾ ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷനായിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തുടക്കത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇനി അങ്ങോട്ടും നമുക്ക് നന്നായിട്ട് പഠിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് എത്തുമ്പോൾ നമ്മൾ ചുമ്മാ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ഇത്രയും ചാപ്റ്ററുകൾ ഇനിയും പെൻഡിങ് ആണല്ലോ, ഇതൊക്കെ എങ്ങനെ ഇനി പഠിച്ചെടുക്കാനാണ്, ഇതൊന്നും ഇനിയിപ്പോൾ ഉള്ളൊരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എത്തൂല. ഇപ്പോഴേ കുറേ ആളുകളൊക്കെ പാതിയിൽ വെച്ചിട്ട് നിർത്തിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസം കൊണ്ട് കൂട്ടിയാൽ എനിക്ക് കൂടില്ല, എൻ്റെ ഫിസിക്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും ഫിസിക്സിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, സോ എനിക്കൊണ്ട് എത്താൻ പറ്റൂല. ഇതിന് പകരം നമുക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? നമ്മുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവൂലേ? ഇനിയും നമ്മുടെ മുന്നിൽ നിങ്ങളുടെ നമ്പർ ഓഫ് ചാപ്റ്ററിൻ്റെ ഇരട്ടി ദിവസങ്ങൾ ഇനിയും ബാക്കിയാണ്, ഇരട്ടിയിലധികം ദിവസങ്ങൾ ബാക്കിയാണ്. അങ്ങനെയാണ് നമ്മുടെ ചിന്തയിൽ വരുത്തേണ്ട മാറ്റങ്ങളല്ലേ ഇനിയുള്ളൂ. ഈ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വിശ്വാസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നല്ലതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നതെങ്കിൽ, നിങ്ങൾ അത്ര ആത്മാർത്ഥതയോടുകൂടെയാണ് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതെങ്കിൽ, നിങ്ങളുടെ എഫേർട്ട് 100% നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ധാരാളം സമയമുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത ഏത് കുട്ടീനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് തരുന്നൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? അതായത് അവസാനത്തെ 3 മാസം അല്ലെങ്കിൽ അവസാനത്തെ 4 മാസം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്, അതാണ് എന്നെ റിസൾട്ടിലേക്ക് എത്തിച്ചത്. ഇനി അവർ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ എക്സാമിനോട് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ 5-6 മാസമുള്ള സമയത്ത് കുറേ തിരിച്ചിട്ടും മറിച്ചിട്ടും നോക്കി, ആ സമയത്ത് അയ്യോ അതൊന്നും ഓർമ്മയില്ല, ആദ്യം പഠിച്ച ആ ചാപ്റ്ററുകളൊക്കെ മറന്നു പോയിട്ടുണ്ട്, ഇതൊക്കെ മറന്നു പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താക്കുമെന്ന് ആലോചിച്ചൊരു സമയം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ പോകുന്ന ഇതേ വഴിയിലൂടെ തന്നെ കടന്നു പോയ ആളുകളാണ് ഇന്ന് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കൊയിലാണ്ടിയിൽ ഒരു കുഞ്ഞു സ്ഥാപനത്തിൽ നമ്മുടെ JPC ഇന്ന് വെറും 224 കുട്ടികൾ മാത്രം പഠിക്കുമ്പോൾ അതിൽ നിന്നൊരു കുട്ടിക്ക് കേരളത്തിൽ 20 റാങ്കും കാറ്റഗറിയിൽ 6 റാങ്കും വന്നിട്ടുണ്ടെന്നാണെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എടുത്ത എഫേർട്ട് തന്നെ അല്ലേ? ഈ ഒരു ചെറിയൊരു നാട്ടിൽ നിന്ന് ചെറിയൊരു സെൻറ്ററിൽ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ ആ എടുത്ത എഫേർട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഇതേപോലെ തന്നെ എഫേർട്ട് എടുക്കാം. ആദ്യത്തെ ചാൻസിൽ 550ഓളം മാർക്ക് കിട്ടിയിട്ട് ഇനി വേറെ എന്തെങ്കിലും കോഴ്സിന് പോകണമെന്ന് ചിന്തിക്കാതെ വീണ്ടും കഷ്ടപ്പെടാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലരുടെ മുന്നിലും പല ചോദ്യങ്ങളും ഉണ്ടാവും. എന്നെക്കൊണ്ട് ഇനി പറ്റുമോ, ഇനി ഞാൻ എത്തിപ്പെടുമോ, കുറേ കുറ്റപ്പെടുത്തലുകൾ ഒരു സൈഡിലുണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്തല്ലേ നമ്മൾ എത്തിയിട്ടുണ്ടാവുക. ഇനി ഈ സമയത്ത് നമ്മൾ പിന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്? നല്ല ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ട സമയമല്ലേ ഇത്. എത്രത്തോളം നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട സമയം. 20 റാങ്കിൽ കഴിഞ്ഞില്ല, പിന്നെ അഫ്ല, നേരത്തെ ഞാൻ പറഞ്ഞ പ്രഫുല്ലയുടെ കാര്യമാണ്. അഫ്ല 56 റാങ്കായിരുന്നു കേരള, അത് തന്നെ വന്നിട്ട് കാറ്റഗറിയിൽ 20 റാങ്കാണ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി ഇതേപോലെ തന്നെ അതിന് മുന്നിലത്തെ വർഷം വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോയിരുന്നെങ്കിൽ റിസൾട്ടിലേക്ക് എത്തൂലായിരുന്നു. അവസാന സമയത്ത് ടെൻഷൻ അടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ റിസൾട്ടിലേക്ക് എത്തൂലായിരുന്നു. നിങ്ങളുടെ മുന്നിൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സും ഡേയ്സും നോക്കുകയാണെങ്കിൽ ഡേയ്സ് ഇരട്ടിക്കും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ പഠിക്കാൻ എത്രയോ സമയം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, അവസാനത്തേക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ വെക്കാതിരിക്കുക. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഫിസിക്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഫിസിക്സ് പഠിക്കേണ്ട, എൻ്റെ കോൺഫിഡൻസ് എനിക്ക് കിട്ടാൻ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആദ്യം ഇരുന്നിട്ട് കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കാം. റോങ് ആയിട്ടുള്ളൊരു തീരുമാനം കേട്ടോ അത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്സ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടെങ്കിൽ അതിപ്പോഴേ നിങ്ങൾ നന്നായിട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കണം. അത് വെച്ച് മറ്റ് 2 സബ്ജക്റ്റും പഠിക്കരുതെന്നല്ല, അതും പഠിക്കണം. ഒപ്പം നിങ്ങൾ ഫിസിക്സിന് കൂടുതൽ സമയം കൊടുക്കണം. അങ്ങനെ സമയം കൊടുത്ത് പഠിച്ച് നോക്കിയേ, നമ്മുടെ മുന്നിലുള്ള ദിവസം കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അത്യാവശ്യം പഠിച്ച് കയ്യിൽ കണ്ടന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതണം, എക്സാംസ് റിവിഷനും എടുത്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ JPCയിൽ ഇപ്പോഴും ഗോട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോട്ട് എക്സാമിലേക്ക് വേണ്ട ഐഡിയാസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എക്സാം എഴുതാട്ടോ ഓൺലൈനിൽ. അപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഈ സമയം മുതൽ നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടിനേക്കാളും ഒന്നുകൂടെ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് തോന്നണം, ഇത് നിങ്ങളുടെ ജീവിതമാണ് തോന്നണം, ഈ കഷ്ടപ്പെടുന്നത് എനിക്ക് എന്തായാലും എത്തിപ്പെട്ടേന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്ര കണ്ട എഫേർട്ട് എടുക്കും. അതല്ല കുറച്ച് സമയത്തേക്ക് വീട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്, അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക, കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലേ പോട്ടെ,
ഇനിയിപ്പോൾ MBBS കിട്ടിയില്ലെങ്കിൽ അടുത്ത BDS നോക്കാം, അല്ലെങ്കിൽ വെറ്റിനറിക്ക് പോവാം, അല്ലെങ്കിൽ ആയുർവേദത്തിന് പോവാം. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് MBBS കിട്ടാൻ പോകുന്നില്ല. അതല്ല, മറിച്ച് ഇതാണ് എൻ്റെ ലൈഫ്, ഇതെനിക്ക് എന്തായാലും എത്തിയേ പറ്റും, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇത് ഞാൻ നേടിയെടുക്കും, അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ്. ആ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അങ്ങനെ എഫേർട്ട് എടുത്ത് മാക്സിമം പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്തിപ്പെടും. അങ്ങനെയാണ് ഈ ദിവസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 100% നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, അടുത്ത കൊല്ലം ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തയ്യാറാവും മക്കളെ. നിങ്ങൾ അത് സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ എത്തിപ്പെടുന്ന കോളേജിനെ കുറിച്ചല്ലേ, അല്ലാതെ ഇപ്പോൾ ഉള്ള ഈ ടോപ്പിക്സിനെയും മറിച്ചും തിരിച്ചിട്ടും മറിച്ചിട്ടും ആലോചിക്കാതെ നിങ്ങൾ എത്തിപ്പെടുന്ന കോളേജിനെ കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. എന്നും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കണ്ടന്റുകൾ, നിങ്ങൾ ഇനി പഠിച്ചെടുക്കേണ്ട കണ്ടന്റുകൾ രണ്ടും ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ചാപ്റ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്, പോർഷൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റുകൾ, സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ എന്തിനാ പിന്നെ ടെൻഷനാവുന്നത്? നല്ല മക്കളായിട്ടെ നല്ല എഫേർട്ട് എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോടാം. നല്ല റിസൾട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ തളർന്നു പോവാതെ, മടുപ്പ് തോന്നാതെ ഏറ്റവും നന്നായിട്ട് മുന്നേറാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ കൊടുക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളെക്കാൾ എത്രയോ കൂടുതലാണെന്ന് സ്വന്തം മനസ്സിലാക്കുക. എനിക്ക് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ലൈഫാണെന്ന് മനസ്സിലാക്കുക. ഞാനിതിൽ MBBS എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് 100% വിശ്വസിക്കുക. ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പിന്നിലേക്ക് പോയിട്ടില്ല. എൻ്റെ പാരൻസിനും എനിക്കും വേണ്ടിയിട്ട് എനിക്കിവിടെ എത്തിയേ പറ്റുമെന്ന് ആലോചിക്കുക. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ഡ്രീം കണ്ടേക്കുന്ന, നിങ്ങൾ ഇത്രയും കാലം മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേക്കുന്ന ആ കോളേജിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക. മക്കളെ ഉറപ്പായിട്ടും നിങ്ങളുടെ MBBS സീറ്റ് എവിടെയും നഷ്ടമായിട്ടില്ല. ഇപ്പോഴും പിന്നോട്ട് പോകാതിരുന്നാൽ മതി. മുന്നോട്ടേക്ക് വെച്ച കാല് മുന്നോട്ട് തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പം നല്ല കോളേജിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല മക്കളായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.